വെൽക്കം ബാക്ക് ടു Onevestor. എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്താണ്, മ്യൂച്വൽ ഫണ്ട്സിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ക്യാമ്പ്സിൻ്റെയും കാർവിയുടെയും ഒക്കെ റോൾ എന്താണ്, മ്യൂച്വൽ ഫണ്ട് ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അതുപോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. മ്യൂച്വൽ ഫണ്ടുകളുടെ ഏറ്റവും ബേസിക് കാര്യം എന്ന് പറയുന്നത് ഓരോ മ്യൂച്വൽ ഫണ്ടും ഒരു ട്രസ്റ്റ് ആണെന്നുള്ളതാണ്. ആ ട്രസ്റ്റിൻ്റെ അസറ്റ്സ് എല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിരിക്കും. മ്യൂച്വൽ ഫണ്ടുകളുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് SBI മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, കുട്ടാക് മ്യൂച്വൽ ഫണ്ട് ഒക്കെ. ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒക്കെയും അസറ്റ്സ് മാനേജ് ചെയ്യുന്നത് ഓരോരോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസും ആയിരിക്കും. ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയിരിക്കും ആ ഫണ്ടിന് വേണ്ടി ഡിഫറൻറ്റ് സ്കീംസ് ഡിസൈൻ ചെയ്യുന്നതും മാർക്കറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒക്കെയും. പകരം ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആ ഫണ്ടിനെ ആനുവലി ഇത്ര പെർസെൻറ്റേജ് ചാർജ് ചെയ്യുകയും ചെയ്യും. മ്യൂച്വൽ ഫണ്ടിൻ്റെ അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് RTA ആണ്. RTA എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ് എന്നാണ്. ഓരോ മ്യൂച്വൽ ഫണ്ടും അവരുടെ അസറ്റ്സ് മാനേജ് ചെയ്യാനായിട്ട് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഏൽപ്പിക്കുന്നത്. പക്ഷേ ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത് അവർ ഫണ്ട്സ് മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ബാക്ക് എൻഡ് വർക്ക് മൊത്തം ചെയ്യുന്നത് ഈ RTA ആണ്. സോ ഇവരാണ് ആക്ച്വലി ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതും അതുപോലെ യൂണിറ്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒക്കെ. ഈ RTA ഈ ട്രാൻസാക്ഷൻസും റെക്കോർഡെല്ലാം കീപ്പ് ചെയ്യുന്നത് ഡിജിറ്റലി ആണ്. സോ ഇവരുടെ കയ്യിലുള്ള ഡേറ്റയാണ് ഫൈനലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യയിൽ 2 RTAs ആണ് ലീഡിംഗ് ആയിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് ക്യാമ്പ്സും രണ്ടെന്ന് പറയുന്നത് കാർവിയാണ്. ക്യാമ്പ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ഇന്ത്യയിലെ 80% മ്യൂച്വൽ ഫണ്ടുകളുടെയും ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നത് ഇവരിലായാലും ഒരാളാണ്. ഇതാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ 5 കാര്യങ്ങളാണുള്ളത്. അതായത് ഓരോ മ്യൂച്വൽ ഫണ്ടിനും ഈ 5 പാർട്ട് കാണും. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്പോൺസറാണ്. ഓരോ മ്യൂച്വൽ ഫണ്ടിനും ഒന്നോ അതിൽ കൂടുതലോ സ്പോൺസേഴ്സ് കാണും. ഫോർ എക്സാമ്പിൾ ICICI മ്യൂച്വൽ ഫണ്ടിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ICICI ബാങ്കും പ്രൊഡൻഷ്യൽ എന്ന് പറയുന്ന ഫോറിൻ കമ്പനിയുമാണ്. അങ്ങനെ ഒന്നോ അതിൽ കൂടുതലോ സ്പോൺസേഴ്സ് ചേർന്നാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ഫ്ലോട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ട്രസ്റ്റിയെയും അപ്പോയിൻറ്റ് ചെയ്യും. ആ ട്രസ്റ്റിയാണ് ആ ഫണ്ടിൻ്റെ ആക്ടിവിറ്റീസൊക്കെ മോണിറ്റർ ചെയ്യുന്നത്. അങ്ങനെ ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും ട്രസ്റ്റിയാണ് അവരുടെ അസറ്റ്സ് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഏൽപ്പിക്കുന്നത് അത് മാനേജ് ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ അവരൊരു കസ്റ്റോഡിയനെയും സെലക്ട് ചെയ്യും. അതായത് ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി വാങ്ങുന്ന സെക്യൂരിറ്റീസ് എല്ലാം ഹോൾഡ് ചെയ്യാനായിട്ട്. അതിനർത്ഥം ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി വാങ്ങിയ ഷെയർസോ സെക്യൂരിറ്റീസോ ഒന്നും അവരല്ല സൂക്ഷിക്കുന്നത്. അതെല്ലാം സൂക്ഷിക്കുന്നത് ട്രസ്റ്റി സെലക്ട് ചെയ്ത കസ്റ്റോഡിയനാണ്. അതുപോലെ AMCയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ എല്ലാം റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RTA ആണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ അത് കുറേ ലെവൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രോഡ് നടക്കാനുള്ള ചാൻസും കുറവാണ് അവിടെ. ഇനി ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത 5 കാര്യങ്ങൾ ഒരു ആക്ച്വൽ ഫണ്ടിൻ്റെ പേജിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം അതിൻ്റെ അകത്ത് ഫണ്ടിൻ്റെ പേര് നിങ്ങൾക്ക് കാണാം, ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്. അവരുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡൻഷ്യലും അതുപോലെ ICICI ബാങ്കും. അവരുടെ ട്രസ്റ്റി എന്ന് പറയുന്നത് ICICI പ്രൊഡൻഷ്യൽ ട്രസ്റ്റാണ്. അതുപോലെ അവരുടെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ സിറ്റി ബാങ്കും ഡോയ്ഷ് ബാങ്കും HDFC ബാങ്കും HSBCയും ആണ്. അവരുടെ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ക്യാമ്പ്സ് ആണ്. ഇനി ഇതേ കാര്യങ്ങൾ തന്നെ ഓരോ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഓരോ സ്കീമിൻ്റെ ഓഫർ ഡോക്യുമെൻ്റ് എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതാണ് ICICI പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെ ഓഫർ ഡോക്യുമെൻ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്കീമിൻ്റെ പേര് ICICI പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട്. ആ സ്കീമെന്ന് പറയുന്നത് ഏത് ഫണ്ടിൻ്റെ ആണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്. ആ ഫണ്ട് മാനേജ് ചെയ്യുന്നത് ആരാണെന്നുള്ളത് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ പേര് ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ്. ഇനി ആ ഫണ്ടിൻ്റെ ട്രസ്റ്റി ആരാണെന്നുള്ളതാണ് അടുത്തത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ICICI പ്രൊഡൻഷ്യൽ ട്രസ്റ്റ് ലിമിറ്റഡ് ആണ് ആ ഫണ്ടിൻ്റെ ട്രസ്റ്റി എന്ന് പറയുന്നത്. ഞാൻ ആ ഓഫർ ഡോക്യുമെൻ്റ് അകത്തുനിന്ന് ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളൂ. ശരിക്കും ആ ഓഫർ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 100 പേജസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി അടുത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഫോളിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ബാക്ക് എൻഡ് വർക്ക് എല്ലാം ചെയ്യുന്നത് RTA ആണ്, അതായത് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ്. സോ പുതിയതായിട്ട് ഒരു ഇൻവെസ്റ്റർ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഇൻവെസ്റ്ററുടെ പേരിൽ ഈ RTA ഒരു ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. ആ ഫോളിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ മാതിരിയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ബാങ്കിൽ പോയി ഒരു 10,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറിലോട്ടാണത് ഡെപ്പോസിറ്റ് ആവുന്നത്. അതിന് വീണ്ടും ഒരു 10,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ അക്കൗണ്ട് നമ്പറിലോട്ട് വീണ്ടും ഒരു 10,000 ക്രെഡിറ്റ് ആവുകയാണ്. അപ്പം ടോട്ടൽ 20,000 ആവും. അതുപോലെ തന്നെയാണ് ഫോളിയോയിലും. നമ്മളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ പേരിലൊരു ഫോളിയോ ക്രിയേറ്റ് ആവും. ആ ഫോളിയോയ്ക്കകത്ത് ആ ഫണ്ടിൻ്റെ എത്ര യൂണിറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളതെന്നുള്ളത് ക്രെഡിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് റിഡീം ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യും. അതുപോലെ നമ്മൾ പിന്നെയും ഫ്രഷായിട്ട് പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഫോളിയോയ്ക്കകത്ത് വീണ്ടും യൂണിറ്റ്സ് ക്രെഡിറ്റ് ചെയ്യും. അതിനർത്ഥം ഒരു മ്യൂച്വൽ ഫണ്ട് ഫോളിയോയിൽ ഓരോ സ്കീംസിൻ്റെയും എത്ര യൂണിറ്റ്സ് ആണ് ഒരാൾ ഹോൾഡ് ചെയ്യുന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്, അല്ലാതെ അതിൻ്റെ വാല്യൂവിലല്ല.
മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് പേപ്പർലെസ് ആണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനിയുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിമാറ്റ് ഫോമിലും ഉണ്ട്, നോൺ ഡിമാറ്റ് ഫോമിലും ഉണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടത്തില്ല, ഇലക്ട്രോണിക് റെക്കോർഡ്സ് മാത്രമേ ഉള്ളൂ. സോ ഫോളിയോ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ട്രാക്ക് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾക്കൊരു സെക്കൻഡറി മാർക്കറ്റ് ഇല്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ IPO ഇറങ്ങുമ്പോൾ മാത്രമേ നമ്മൾ ആ കമ്പനിയുടെ നിന്ന് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ഒരിക്കൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതിപ്പം ഓൺലൈനായിട്ടും കൊടുക്കാം, ഓഫ്ലൈനായിട്ടും കൊടുക്കാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ട് ഹൗസിൻ്റെ നിന്നാണ് വാങ്ങിക്കുന്നതും തിരിച്ച് വിൽക്കുവാണെങ്കിലും അവർക്ക് തന്നെയാണ് വിൽക്കുന്നത്. അതിൻ്റെ എക്സെപ്ഷൻ വരുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിലും അതുപോലെ ലിസ്റ്റഡ് ഫണ്ട്സിലുമാണ്. ആ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് ഹൗസിൻ്റെ ഇത് വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റും. അല്ലാത്ത കേസിലെല്ലാം ഈ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് നമ്മുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് നമുക്ക് യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടപ്പോഴത്തേക്ക് നമുക്ക് ക്യാഷ് തന്നിട്ട് യൂണിറ്റ്സ് തിരിച്ചെടുക്കുന്നതും. അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോയെ പറ്റിയാണ്. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയായിരിക്കും. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിപ്പം ഏത് ഫണ്ടും ആയിക്കോട്ടെ, ഇക്വിറ്റി ഫണ്ട് ആയിരിക്കാം, ഡെപ്റ്റ് ഫണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാലൻസ് ഫണ്ട് ആയിരിക്കാം, നമ്മളങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ വർഷവും നമ്മുടെ ഫണ്ടിൻ്റെ അകത്തുനിന്ന് അവർ സർട്ടൺ പെർസെൻറ്റേജ് ഡിഡക്റ്റ് ചെയ്യും അവരുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട്. ആ പെർസെൻറ്റേജിന് പറയുന്നതാണ് എക്സ്പെൻസ് റേഷ്യോ. അതായത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഫ്രീ സർവീസ് ഒന്നുമല്ല. നമ്മൾ ഫണ്ട് ഹൗസിന് ആനുവലി ഇത്ര പെർസെൻറ്റേജ് എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും ഒന്നും പോകുന്നില്ല. അവർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ അകത്തു നിന്നാണ് അത് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ICICI പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ എക്സ്പെൻസ് റേഷ്യോയ്ക്കകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ഇനി നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നുള്ളത് നോക്കാം. ബേസിക്കലി നമുക്ക് ആവശ്യമുള്ളത് ആധാറും പാനും ഫോട്ടോയും ചെക്ക് ലീഫുമാണ്. പക്ഷേ എല്ലാവർക്കും ഇത്രയും ഡീറ്റെയിൽസ് തന്നെ കൊടുക്കേണ്ടി വരത്തില്ല. പ്രീവിയസ്ലി അവർ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് KYC കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസിൻ്റെ ആവശ്യം വരാൻ ചാൻസ് ഇല്ല. ഇപ്പം ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റിൽ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് തന്നെ കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ NRI ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ NRI ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അതുപോലെ ഓവർസീസ് അഡ്രസ് പ്രൂഫുമാണ് ആവശ്യം വരിക. അടുത്തത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സേഷനെ പറ്റിയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ അകത്ത് പറയുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു എപ്പിസോഡിൻ്റെ അകത്ത് ഞാൻ അത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗെയിൻ എത്രയാണോ അതിൻ്റെ 15% ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയിട്ട് വരുന്നത്. അതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എക്സിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിൻ എത്രയാണോ അതിൻ്റെ 10% ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയിട്ട് വരുന്നത്. പക്ഷേ ആ 10% എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 10% അല്ല വരുന്നത്. അതിൽ 1 lakh മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിൻ്റെ 10% ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് അത് വിൽക്കുകയാണ്. നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 1 lakh rupees ആണ്. അവിടെ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ വിറ്റപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1.5 lakhs ആണെന്നുണ്ടെങ്കിൽ ആ 50,000ൻ്റെ 10% ആണ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ ആ 1.5 lakhൻ്റെ 10% അല്ല. ഇനി നിങ്ങളൊരു ഡെപ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 3 വർഷത്തിനുള്ളിൽ അത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് അനുസരിച്ചായിരിക്കും നിങ്ങളെ ടാക്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേറെ ഇൻകം ഒന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ വരെ ടാക്സ് ഫ്രീ ആണ്. സോ നിങ്ങളുടെ ഡെപ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് ടേം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപ വരെ കിട്ടിയാലും നിങ്ങൾക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളൊരു ഡെപ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് അത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ 20% ആണ് ടാക്സ് വരുന്നത്. പക്ഷേ ആ 20% കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷനോടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ഡെപ്റ്റ് ഫണ്ടിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. 3 വർഷം കഴിഞ്ഞിട്ട് അത് 1,20,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ആ 20,000 രൂപയുടെ 20% നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ 3 വർഷത്തെ ഇൻഫ്ലേഷൻ ചെക്ക് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺസിൻ്റെ ടാക്സ് മാത്രം കൊടുത്താൽ മതി. എൻ്റെ അപ്കമിങ് എപ്പിസോഡിൽ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 13 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ 13 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറോ ഡിസ്ട്രിബ്യൂട്ടറോ നിങ്ങളോട് പറയാത്ത കാര്യങ്ങളാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.